ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാതൃസ് FoodLabലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റാണ് ചെയ്യാൻ പോകുന്നത്. ഈവനിങ് സ്നാക്കായിട്ടോ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ഐറ്റം കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഫ്രീസറിൽ വെച്ച് പൊടിച്ചതാണിത്. പിന്നെ ബോൺലെസ് ചിക്കൻ വേവിച്ച് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പൊട്ടാറ്റോ. ഈ പൊട്ടാറ്റോ ഒന്ന് 4 കീറാക്കിയതിന് ശേഷം പുഴുങ്ങി അതിൻ്റെ തൊലി കളഞ്ഞെടുത്തതും. പിന്നെ അതിന് ശേഷം നമ്മൾ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഒരു മീഡിയം സവാള ഇതെല്ലാം കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ പച്ചമുളകും ഇഞ്ചിയും കൂടെ ഇട്ടതിന് ശേഷം കറിവേപ്പില അരിഞ്ഞ് വെച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ടതാണ്, അപ്പോൾ ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി, അതുപോലെ മുളക് പൊടി. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടി ചേർക്കാൻ. ആവശ്യത്തിനുള്ള എരിവ് മാത്രം ഇട്ടാൽ മതി. പിന്നെ ഇതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതും കൂടെ ഒന്ന് 2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഈ ഉടച്ച് വെച്ച ഈ പൊട്ടാറ്റോയും കൂടെ ഈ മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് ഉടച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനും പൊട്ടറ്റോയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഓരോ ഏത് ഷേപ്പിലും ആക്കാം. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കി വെച്ചിട്ടുള്ളത്. അതിന് ശേഷം വേണം നമുക്കിനി ബാക്കിയുള്ളത് എല്ലാം ഈ മസാലകൾ ഫുള്ള് നമുക്ക് ഒരേ ഷേപ്പിൽ നമുക്കിത് ആക്കിയെടുക്കാം. ഇനി ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഓരോ ഷേപ്പാക്കി വെച്ച ഓരോ പീസും നമ്മൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ ഷേപ്പാക്കണമെങ്കിൽ നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് ഷേപ്പാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച അതേ പ്ലേറ്റിലേക്ക് തന്നെ മാറ്റുകയാണ്. ഇങ്ങനെ ഓരോന്നും നമ്മൾ ശ്രദ്ധിച്ച് ഉടഞ്ഞു പോവാതെ വേണം നമ്മൾ മുക്കിയെടുക്കാൻ. അതിന് ശേഷം ബ്രെഡിൽ കോട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാനാകുമ്പോൾ നമുക്ക് ഒരു സമയത്ത് തന്നെ കുറേ എണ്ണ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നന്നായി ചൂടായി വന്നതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഇടാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇനി ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കണം. ഒരു നല്ല ഗോൾഡൻ കളർ തന്നെ ആയിട്ട് വരണം, എങ്കിലേ നമുക്ക് കറക്റ്റ് ആ കട്ട്ലറ്റിൻ്റെ കളറ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ആയി വരുമ്പോൾ നന്നായിട്ട് ആയി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ഓയിലേക്ക് ഇട്ടുകൊടുത്ത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സേവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നമുക്ക് ചൂട് ചായയുടെ കൂടെയൊക്കെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയി ഉടനെ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.